പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുള്ള വചന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, സെയിന്റ് ജോൺസ് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് താനാണ് നമ്മുടെ ഇടവക സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ കടമയാണ് ഞാനിവിടെ നടത്തുന്നത്. പ്രബന്ധം എന്ന് പറയാനുകൊണ്ട് സാധിക്കില്ല, കാരണം തന്നിരിക്കുന്ന 7 മിനിറ്റ് കൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുക ഒരിക്കലും സാധ്യമല്ല. അത് തന്നെയുമല്ല, എന്നേക്കാൾ പ്രഗത്ഭരായ 2 വ്യക്തികളാണ് ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഒരാൾ ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു. അതും കൂടാതെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഓൾറെഡി പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അറിവിൻ്റെ മഹാസാഗരമായ ഇവരുടെ മുമ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ചെറിയ ചിന്തകൾ ഒരു 7 മിനിറ്റ് കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ആഗ്രഹിക്കും. വിശുദ്ധ മർക്കോസ് ശ്ലീഹ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനം ശിരസാ വഹിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും സുവിശേഷം പ്രസംഗിക്കുക. ഇതായിരിക്കണം നാം ഓരോ ഇടവാംഗങ്ങളും ത്യാഗവും കഷ്ടങ്ങളും സഹിച്ച് പ്രതികൂലങ്ങളെ ആത്മാർത്ഥമായി തരണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നിർമ്മല സുവിശേഷം ഓരോ വ്യക്തിയോടും പങ്കുവെച്ചുകൊണ്ടും ഇടവക തലത്തിൽ സുവിശേഷവൽക്കരണം നടത്തേണ്ടിയിരിക്കേണ്ടത്. ഇത് വളരെ വേലക്കാരുടെ ചുരുക്കം. സുവിശേഷകരുടെയും ദൈവമക്കളുടെയും ലക്ഷ്യബോധവും സമർപ്പണവും കുറഞ്ഞു പോകുന്നു എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. താനെ സെയിന്റ് തോമസ് മലങ്കര കമ്മ്യൂണിറ്റി ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സുവിശേഷവൽക്കരണം ഇടവക തലത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ഒരു 4 പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഇവാഞ്ചലൈസേഷൻ സൈക്കിൾ ഇൻ റിലേഷൻ ടു ദ ബൈബിൾ, the role of Holy Spirit in evangelization, then the role of parish or laity, then the practical approaches toward the evangelization. Evangelization in parish level. The word evangelization may be a difficult one for us to understand. It may not seem to mean anything in our life. In fact, it may bring a negative approach or image in our life. When we talk about this, maybe going for a conversion or something like that. But let's look the word closely. Evangel means good news or gospel. To evangelize means to share or to proclaim the good news of the gospel. Each one of us is called to share our faith. We cannot leave this work to the priest or nuns or the church committee members. The mission of the laity in the workplace, in home or in social settings and in the political arena is to proclaim and share the good news. മാമോദീസ സ്വീകരിച്ച ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ ഇടവ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരുടെയും കടമയാണ് നമുക്ക് ലഭിച്ച ആ അനുഭവം, അറിവ്, സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കേണ്ടത്. സുവിശേഷവൽക്കരണ ചക്രത്തിൽ 4 കണ്ണികൾ അല്ലെങ്കിൽ 4 ഘടകങ്ങളാണ്. The evangelization cycle in relation to the Bible. There are 4 cycles. The first one is accepting the word. Mr. Paulus Leva റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ, we cannot give what we have not first received. We need to listen to the God's word as it is written in the scripture. By the power of Holy Spirit, we should surrender to God's love and commit ourselves to follow Christ. To accept the word, ദൈവവചനം സ്വീകരിക്കുക. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇവാഞ്ചലേഷൻ സൈക്കിളിലേത് ടു വെൽക്കമിങ് അതേഴ്സ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ, each one of us is called to invite others to turn towards God. Each family can invite others to experience a hospitality in their home that clearly flows from Christian love. മറ്റുള്ളവരെ വെൽക്കം ചെയ്യുക. ഇൻട്രൊഡക്ഷൻ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ കാണാൻ. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇവാഞ്ചലേഷൻ സൈക്കിളിലേക്ക് ഷെയറിംഗ് മൈ സ്റ്റോറി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 7 വരെ പറയുന്നത് പോലെ, we all are called to share the good news we have heard and believed. Each of us must share our faith, our hope
and our love with those who have not heard about or do not experience the gift of God. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ഇനി നാലാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ലിവിങ് ഇറ്റ് ഔട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ക്രിസ്ത്യാനികൾ എഴുതി ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവാഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. We should show others that we are the disciples of Christ and we follow the Christ experience in our life. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിരിക്കട്ടെ ക്രിസ്തു അനുഭവം, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു അനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. സുവിശേഷവൽക്കരണ ഇടവക തലത്തിൽ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയിലെ ആത്മാവിയുടെ ആത്മീയ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക, കൂതാശകൾ നിർവഹിക്കുക എന്നതിനുപരിയായി കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക, എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതോടെയാണ് സുവിശേഷവൽക്കരണം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 രീതികളിൽ അഥവാ 3 തട്ടുകളിലായിട്ട് ഈ സുവിശേഷവൽക്കരണം നടത്താൻ ഓരോ ഇടവകയും കടപ്പെട്ടിരിക്കുന്നു. So we are called to evangelize in 3 ways. The first one, we are called to evangelize our current parishioners by helping them to grow in a deeper relationship with the God and to understand how to apply what Jesus tells us to our daily activity. ആദ്യത്തെ ഇടവക തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇടവകയിലെ ആക്റ്റീവായിരിക്കുന്ന ഇടവ അംഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് അവരെ കൂടുതലായിട്ട് അടുപ്പിക്കുക. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് secondly, we are called to reach out to the parishioners who have fallen away from the church. രണ്ടാമത്തെ തലം ഇടവകയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇടവകയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നവരെ നമ്മുടെ ഇടവകയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. മൂന്നാമത്തെ തലം the third category is to those who never practiced their faith or previously belongs to any other. അതായത് നമ്മുടെ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത അക്രൈസ്തവരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇതിൽ ആദ്യത്തെ തട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗത്തെ നാം ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ, അതായത് ആക്റ്റീവായിട്ടുള്ള ഇടവമക്കളിൽ സുവിശേഷവൽക്കരണം നടത്തിയാൽ തീർച്ചയായും അവർ സുവിശേഷത്തെ പ്രതി ക്രിസ്തുവിനെ പ്രതി കത്തിജ്വലിക്കുകയും അവരുടെ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നാം ഓരോരുത്തരും in our neighborhood build a website for the church and promote it. Nowadays it's IT age, so everybody is working on net and the mouse click, everything is on your frame. So we can make a website for the church and we can promote it. Evangelize by the way of flyers, brochures and word of mouth, internet, newspaper, etc. Facebook and other social networking sites, the youth can spread the word of God through these messages. Include a gospel message in your email signature, messenger status, Facebook status, etc. Most of the people we are online 24 hours. So keep your status updated with the gospel of message. Set up a prison and hospital ministry. Hospital ministry അല്ലെങ്കിൽ prison ministry എന്ന് പറയുമ്പോൾ സാധിക്കുന്ന തരത്തിൽ ഹോസ്പിറ്റൽ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, ക്രിസ്മസിനായാലും അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പരിപാടി സമയത്ത്, അതുപോലെ prison ministry. Now for our family or working people, hand over business cards with church information and evangelistic message on it. നമ്മുടെ ഈ ബിസിനസ് കാർഡുകളിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ഗോസ്പൽ മെസ്സേജ് പ്രിന്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. Put the gospel message on sign, label, stickers, stationery, calendar, etc. വർക്കിംഗ് പീപ്പിളായി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹൗസ് ഡോറ്, കാർ ഗ്ലാസ്, വാൾസ്, എക്സെട്ര. Wear Christian jewelry, put up a cross or picture of Jesus at our home and workplace. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ടേബിളിൽ ഒരു ക്രൂസ് രൂപം വെക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഫോട്ടോ വെക്കുക. അത് ഒരു വലിയൊരു ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിൻ്റെ ഡോറുകളിൽ, പറ്റുന്ന മതിലുകളിലൊക്കെ നമ്മുടെ ചില ബിൽഡിങ്ങുകളെ കാണാറുണ്ട് ജീസസിൻ്റെ മാർബിളൊക്കെ പുട്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വർക്കിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഫാമിലിക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് വളരെ ആവശ്യമായിരുന്നു ഈ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും എല്ലാ റൂമിലും യേശുനാഥൻ്റെ ഒരു ഫോട്ടോയെങ്കിലും വെക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ഹോളി ബൈബിൾ ഓർ ജീസസ് ഇമേജ് ആസ് എ ഗിഫ്റ്റ്. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഹോളി ബൈബിളായിട്ടോ അല്ലെങ്കിൽ ഐക്കൺസ് അല്ലെങ്കിൽ ഇമേജസ് ആയിട്ട് യേശുവിൻ്റെ ഇമേജസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെയും നമ്മൾ ഈ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തത്. Now the last and the most important,
ഏറ്റവും അവസാനത്തേത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനവുമായ ലീഡ് മോഡൽ ലൈഫ്. വ്യക്തിയായാലും കുടുംബമായാലും ഇടവകയായാലും മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃക ആയിരിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ പുസ്തക അനുഭവമാക്കി മാറ്റുക. മാതാപിതാക്കൾ ദൈവത്തിനും ദൈവ കാര്യങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കും. ദൈവത്തെ മറക്കാതെ ഒരു തലമുറ നമുക്കുണ്ടായിരിക്കും. 45 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർമ്മമാകും. അതിനായി നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും വിശ്വാസ രൂപീകരണത്തിൽ വളർത്തുക. തിരുകുടുംബത്തിൻ്റെ മാതൃക നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കുക. നമ്മുടെ ജീവിതമായിരിക്കട്ടെ നമ്മുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ പരമപ്രധാനവുമായ ഉറപ്പ്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, ദൈവാനുഗ്രഹിക്കാം.